ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ പുതിയ വീടുകളൊക്കെ പണിയുന്ന സമയത്ത് അല്ലെങ്കിൽ പഴയ വീടാണെങ്കിലും നമ്മൾ ബെൽ ബുഷ് അതായത് ബെല്ലിൻ്റെ സ്വിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ബെല്ലിൻ്റെ സ്വിച്ച് വെക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആൾ വരുന്ന സമയത്ത് നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ബെല്ലിൻ്റെ ഓപ്ഷൻ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. സാധാരണ ചില വീടുകളിൽ നമ്മൾ കണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെല്ലിൻ്റെ ഓപ്ഷൻ നേരെ സിറ്റ് ഔട്ട് കയറി സിറ്റ് ഔട്ട് അതായത് ഡോറിൻ്റെ അടുത്താണ് കൊടുക്കുന്നത്. അത് പുറമേ നിന്ന് വരുന്ന വ്യക്തികൾക്കാണെങ്കിലും പെട്ടെന്ന് ആ സിറ്റ് ഔട്ടിലേക്ക് കയറി വരുന്ന അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കും. അപ്പോൾ ഓൾറെഡി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റ് ഔട്ട് കയറുന്നതിന് മുന്നേ പടിയുടെ ആ ലെവലിൽ നിന്ന് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ബെല്ലിൽ സ്വിച്ച് കൊടുക്കാൻ പറ്റുന്ന അതായത് ബെൽ സ്വിച്ച് കൊടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മൾ ബെൽ സ്വിച്ചിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അതുമാത്രമല്ല, നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ 4 മോഡുകളുടെ സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ഒരാൾ വന്നാൽ തന്നെ ബെല്ലിൻ്റെ സ്വിച്ച് നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് അത്രയും വലിപ്പമുള്ള സ്വിച്ചാണ്. അതായത് 2 മോഡുകളുടെ ബെൽ സ്വിച്ചും 2 മോഡുകളുടെ 2 വേ സ്വിച്ചുമാണ് നമ്മളിവിടെ സാധാരണ കൊടുക്കുന്നത്. പിന്നെ അതിലൂടെ വരുന്ന സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അതിലൂടെ വരുന്നിരിക്കുന്ന ഫാൻസി ലൈറ്റ്, ഫ്രണ്ടിലെ ഫാൻസി ലൈറ്റിൻ്റെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വരുന്ന മെയിൻ ലൈറ്റിൻ്റെ ഓപ്ഷനും അതുപോലെ തന്നെ അതിലേക്ക് വരുന്ന സപ്ലൈ ഓപ്ഷനുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ 4 മോഡുകളുടെ സ്വിച്ച് ബോർഡ് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഫ്രണ്ടിൽ നിന്ന് കാണുന്നതിന് പെട്ടെന്ന് കാണാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് 4 മോഡുകളുണ്ട്. അതായത് ബെൽ സ്വിച്ച് നമ്മൾ 2 മോഡുകളുടെ വരുന്ന മെഗാ ബെൽ ബുഷ് എന്നാണ് പറയുന്നത്. അതുപോലെ മെഗാ 2 വേ വരുന്ന ബെൽ ബുഷുമാണ് വരുന്നത്. ഈ 2 എണ്ണം കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ മെഗാ 2 വേ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ ഒരു ലൈറ്റ് നമുക്ക് പുറമേ നിന്നും വീടിൻ്റെ അകത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെഗാ ബെൽ ബുഷും അത് മെഗാ 2 വേയും വരുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, കണ്ടോ, ആ നട കയറുന്നതിന് സിറ്റ് ഔട്ട് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബെൽബിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി നിന്നുകൊണ്ട് ബെല്ലടിക്കുന്നതിനേക്കാൾ ബെറ്റർ ഏറ്റവും പുറത്ത് നിന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ആളുകൾ എങ്ങനെയുള്ളതാണെന്നൊന്നും വ്യക്തമായിട്ട് അറിയില്ല. ഈ ഏരിയയിൽ നമ്മൾ കൊടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് സിറ്റ് ഔട്ട് കയറി ഈ ഏരിയയിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് പുറമേ നിന്ന് നട കയറി സിറ്റ് ഔട്ടിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ബെല്ല് അമർത്തുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ, നമുക്ക് ഏറ്റവും നല്ലത് പുറമേ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നതിന് പുറമേ നിന്ന്, അതായത് നടയുടെ പുറത്ത് നിന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പുറമേ നിന്ന് നമുക്ക് അകത്ത് നിന്ന് നോക്കിയാൽ പോലും കറക്റ്റായിട്ട് നമുക്ക് ആളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നട കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്രണ്ടിലെ നടകളെല്ലാം തന്നെയുണ്ട്. അതിലൂടെ ഫ്രണ്ടിലേക്ക് തന്നെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ബെൽ ബുഷിൻ്റെ അതായത് ബെൽ സ്വിച്ചിൻ്റെ ആ സ്വിച്ച് ബോർഡിൻ്റെ പൊസിഷനും കൂടി നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളും കറക്റ്റായിട്ടൊന്ന് ആ ലെവലിൽ തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്യണം. അതായത് നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് മുന്നേ ഫസ്റ്റ് ഒരു നട വരുന്നുണ്ട്. ആ നടയുടെ അതായത് 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഏറ്റവും തൊട്ട് മുന്നിൽ, അതായത് സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുന്നിലെ സ്റ്റെപ്പിൽ നിന്ന് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ബെൽ ബുഷിൻ്റെ അല്ലെങ്കിൽ ബെൽ സ്വിച്ചിൻ്റെ ആ സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.